ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, കറക്റ്റായിട്ട് വൗച്ചേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. അപ്പോൾ വൗച്ചർ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വൗച്ചറൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ്, സ്മാൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ഇപ്പോൾ 5 രൂപ, 10 രൂപ, 2 രൂപ, 3 രൂപ, അങ്ങനത്തെ ചെറിയ എമൗണ്ട് ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. ചെറിയ എമൗണ്ട് അല്ലേ, അതുകൊണ്ട് റെക്കോർഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കി വിടും. അത് വളരെയധികം വലിയൊരു മിസ്റ്റേക്കാണ്. ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മളത് അക്കൗണ്ടിൽ കാണിക്കണം, കൃത്യമായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യണം. അതേപോലെ തന്നെ അക്കൗണ്ട്സൊക്കെ എന്ത് ചെയ്യാതിരിക്കുക, റീകൺസിൽ കറക്റ്റ് ടൈമിൽ ചെയ്യാതിരിക്കുക. പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി തന്നെ അക്കൗണ്ട്സൊക്കെ റീകൺസിൽ ചെയ്യണം. അപ്പോൾ അക്കൗണ്ട്സ് റീകൺസിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല, നമ്മുടെ അക്കൗണ്ട്സ് പേയബിളും അക്കൗണ്ട്സ് റിസീവബിളും, നമുക്ക് സാധനം വിറ്റിട്ട് പൈസ തരാനുള്ളവരും അതേപോലെ തന്നെ നമ്മൾ പൈസ കൊടുക്കാനുള്ളവരും കാണും. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീകൺസിൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീകൺസിൽ ചെയ്തില്ലെങ്കിൽ അത് ഒരുപാട് മിസ്റ്റേക്കുകൾ അവിടെ വരാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കണം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൃത്യമായിട്ട് നമ്മളെല്ലാം എൻട്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകും, പക്ഷെ നമ്മൾ ബാക്കപ്പ് എടുത്ത് വെക്കാറില്ല പലപ്പോഴും. അപ്പോൾ ബാക്കപ്പ് എടുത്ത് വെച്ചില്ല എങ്കിലുള്ളൊരു പ്രശ്നം, നമ്മുടെ ഡേറ്റ എന്തെങ്കിലും കാരണം വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ ഡേറ്റാസ് എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ, അതായത് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിട്രീവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം നിന്ന് ആ ഡേറ്റ നമുക്ക് പഴയതുപോലെ തന്നെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്കപ്പ് ചെയ്യാതിരിക്കുന്നത് ഒരു മിസ്റ്റേക്കായിട്ട് പരിഗണിക്കും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംഭവിച്ചു വരുന്ന ഒരു എററാണ് ഡേറ്റ എൻട്രി എറേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ ഡേറ്റ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജേണൽ എൻട്രി ഒക്കെ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് എൻട്രീസ് നമ്മൾ ഇടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാൽ പോലും മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, മിസ്റ്റേക്കുകളൊക്കെ വരാതെ നമ്മളത് റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രി എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സൊക്കെ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ആയിട്ട് വരുന്നത്.